മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ ബൈക്കിൽ സഞ്ചരിച്ച 38കാരനെ ഇടിച്ച കാർ നിർത്താതെ പോയി. ഒക്ടോബർ 18-ന് മഞ്ചേരി പള്ളിപ്പുറം റോഡിലാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ സുനീർ 2 മാസമായി കിടപ്പിലാണ്. ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോകുന്ന CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. ഒരു വെള്ള സ്വിഫ്റ്റ് ഡിസയർ കാറാണ് ഇദ്ദേഹത്തെ ഇടിച്ചിട്ട് പോയത്. നമ്പർ തെളിയാത്തതാണ് അന്വേഷണത്തിൽ പ്രതിസന്ധിയായിട്ടുള്ളത്. 24 എക്സ്ക്ലൂസീവ്. ഞാൻ കളി കഴിഞ്ഞ് എൻ്റെ സൈഡിൽ കൂടി വരികയായിരുന്നു. ഒരു കാറ് വന്ന് എൻ്റെ സൈഡിൽ വന്ന് ഇടിച്ച്. ഞാൻ മൂപ്പരോട് പറഞ്ഞു, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, എന്നെ ഒന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. മൂപ്പര് കാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. മൂപ്പര് എന്നോട് പറഞ്ഞു കൊണ്ടുപോകാൻ കുട്ടി എന്ന് പറഞ്ഞു കണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് മൂപ്പര് ആ വന്ന വഴിക്ക് തന്നെ പോയി. ഒക്ടോബർ 18-ന് പുലർച്ചെ 1:30-ന് സംഭവിച്ച അപകടം വേദനയോടെ പറയുകയാണ് കൂട്ടിലങ്ങാടി സ്വദേശി സുനീർ. വെള്ള മാരുതി ഡിസയർ കാറാണ് ബൈക്കിൽ ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സുനീറിന് 2 ശസ്ത്രക്രിയകൾ ഇതിനോടകം കഴിഞ്ഞു. വൃഷ്ണങ്ങളിൽ 1 നീക്കം ചെയ്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ സുനീറാണ് വീടിന്റെ അത്താണി. ഇനി ജോലി ചെയ്യാൻ കഴിയുമോ എന്ന് പോലും ആശങ്കയിലാണ്. സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് 2 മാസമായി ചിലവ് നടക്കുന്നത്. ഇവിടെ ഉള്ള നാട്ടുകാരൊക്കെ സഹായിച്ചിട്ട് ഇപ്പോൾ എൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നു പോകും. പക്ഷേ 3-4 മാസം സാമ്പത്തിക സഹായം നാട്ടുകാർ മൊത്തം കൊടുത്ത് റെഡിയാക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല പ്രശ്നം, അവനെ ഒന്ന് കിട്ടാവുന്ന CCTV ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചുവെങ്കിലും ഇതിൽ വാഹന നമ്പർ തെളിയാത്തതാണ് അന്വേഷണത്തെ ബാധിക്കുന്നത്. മലപ്പുറം പോലീസാണ് കേസെടുത്തത്. വടകരയിൽ 10 മാസങ്ങൾക്ക് ശേഷം അപകടമുണ്ടാക്കിയ കാർ കണ്ടെത്തിയതുപോലെ പഴുതടച്ച അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. മഞ്ചേരി പള്ളിപ്പുറം റോഡിലെ ഈ ഭാഗത്തു വെച്ചാണ് സുനീറിനെ കാറിടിക്കുന്നത്. 2 മാസമായിട്ടും ഇടിച്ച വാഹനത്തെ സംബന്ധിച്ച് തുമ്പൊന്നും ലഭിച്ചിട്ടില്ല. അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാണ് കുടുംബത്തിനും പറയാനുള്ളത്. വിപിൻ സി വിജയൻ, 24 മലപ്പുറം.